അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈൻ അവിടെ നിന്നൊരു 1.5 സ്റ്റെപ്പിലൊരു വര വരയ്ക്കുക, ഒരു 2 സ്റ്റെപ്പിലൊരു വര വരയ്ക്കുക, 1 2 3 സ്റ്റെപ്പിലൊരു വര വരയ്ക്കുക. ഇത് ആ വരയുടെ അവിടെ നിന്ന് 4 സ്റ്റെപ്പിലൊരു വര വരയ്ക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഫുള്ളായിട്ട് അപ്പർ ബോഡി ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വീഴാറാവണ പോലെ പോയിട്ട് ആ ലൈനിൽ മാത്രം ചവിട്ടിയിട്ട് ഓടാൻ നോക്കണം. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ PSCയുടെ ഒക്കെ 100 മീറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏത് മീൻസ് ആർമിക്കാണെങ്കിൽ കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1600 മീറ്റർ ഓടാനാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ ഒരു 5-6 സ്റ്റെപ്പ് എപ്പോഴും സ്പ്രിൻറ്റ് ചെയ്തിട്ട് ഓടാൻ നോക്കുക. എന്നിട്ട് അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ അവരെ ബെഞ്ചിൽ ഓടാൻ നോക്കുക, ആ പേസ് ഓടി പഠിക്കാൻ നോക്കുക. അങ്ങനെയാണ് നമ്മളത് പഠിക്കുക. അപ്പോൾ സ്റ്റാർട്ട് എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കണം, അല്ലാണ്ട് നിങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ 100 മീറ്റർ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് സ്പീഡില്ലാണ്ടിരുന്ന് നിങ്ങളൊരു 20 മീറ്റർ കഴിഞ്ഞിട്ടാണ് സ്പ്രിൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു 80 മീറ്റർ ആകുമ്പോഴേക്കും നിങ്ങൾ വയ്യാണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, ടയർഡാവും. ഇപ്പോൾ സ്റ്റാർട്ട് സ്പീഡ് ഉണ്ടെങ്കിൽ ഒരു 45-50 മീറ്റർ വരെ നമ്മൾ പോണത് അറിയില്ല എന്ന് പറയാം. അപ്പോൾ അതൊന്ന് ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ.